നമസ്കാരം. ട്വിസ്റ്റും ടേണുമൊക്കെയായി തെരഞ്ഞെടുപ്പ് കാലത്തെ കേരള രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. സീറ്റ് നേടിയവരും സീറ്റ് മോഹം പൊലിഞ്ഞവരുമെല്ലാം കളത്തിലേക്കിറങ്ങി. തിളച്ചുമറിയുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ NDA നിർണായക ശക്തിയായി മാറുമെന്ന് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് 35 സീറ്റുകളിൽ NDA മുന്നണിക്ക് വിജയിക്കാനാകും. NDA അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഇത്തവണ അതിശയോക്തിയോ ട്രോളോ ഇല്ല. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ വിജയിക്കാനാകുമെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കെ സുരേന്ദ്രന്റെ വരവോടുകൂടി മഞ്ചേശ്വരം മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. കെ സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ തന്നെ ഗ്ലാമർ മത്സരം നടക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്ങനെയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് 10,000 12,000 വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും BJP അക്കൗണ്ട് തുറക്കരുത്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരാൾ BJP ടിക്കറ്റിൽ ജയിക്കരുത് എന്നുള്ള വലിയൊരു പ്രചാരണം LDFും UDFും ഒരുമിച്ച് നിന്ന് നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ കാണുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. കാരണം അത് അവരവരുടെ അനുഭവങ്ങളാണ്. 10 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അവിടെ ദില്ലിയിലുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വിചാരം, യാഥാർത്ഥ്യബോധം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിഗൂഢമായ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വോട്ടർമാർ തന്നെ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വർദ്ധിച്ച ആത്മവിശ്വാസത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ SIRുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ UDF, മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഉയർത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒന്നുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിലീഷൻ ആപ്ലിക്കേഷൻ നൽകിയ മണ്ഡലം മഞ്ചേശ്വരമാണ്. ഈ പറയുന്ന ആരോപണം ശരിയായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ കൊടുക്കേണ്ട സ്ഥലവും മഞ്ചേശ്വരമായിരുന്നു. ആകെ 124 ഡിലീഷൻ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 90 എണ്ണം നൽകിയത് UDF തന്നെയാണ്. അതൊരു കള്ളപ്രചരണമാണ്. ഇത്തവണ ന്യൂനപക്ഷ സഹോദരന്മാർ ധാരാളമായിട്ട് മാറി ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ളൊരു നിലപാടാണ്. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ എല്ലാവരെയും അറിയാം. എൻ്റെ ജീവിതം എന്താണെന്നും ഈ മണ്ഡലത്തിലാണ് വലിയ കള്ളക്കേസുകൾ കഴിഞ്ഞ തവണ വന്നത്. എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തവണ 35 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രതീക്ഷ? 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നില്ലേ? 35 സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊട്ടക്കണക്ക് പറഞ്ഞതല്ല. 35 സീറ്റിൽ അത്രയും അടിത്തറ BJPക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത്തവണ കുറേ കൂടി അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. കേരളത്തിൽ MP ഉണ്ടായി, കോർപ്പറേഷൻ മേയറുണ്ടായി. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. 30-35 സീറ്റുകളിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നണിക്കും പോകാൻ അത്ര ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് സംസ്ഥാനം നടക്കുന്നത്. NDA ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയോ ട്രോളോ ഇല്ല. ഇത്തവണ അന്നുണ്ടായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ഏതാണ് ഈ 35 എന്താണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴും തോറ്റപ്പോഴും ആ 35 സീറ്റിൽ ഞങ്ങൾ നിർണായകമാണ്. ഞങ്ങൾക്കിപ്പോൾ 35,000-നും 65,000-നും ഇടയിലുള്ള അത്രയും സീറ്റുകളുണ്ട്. അത് വെറുതെ ഞാൻ പറഞ്ഞതല്ല. ലോക്സഭ കഴിഞ്ഞപ്പോൾ 9 സ്ഥലത്ത് ഞങ്ങൾ 11 സ്ഥലത്ത് ഞങ്ങൾ 1-ാം സ്ഥാനത്തായി, 9 സ്ഥലത്ത് ഞങ്ങൾ 2-ാം സ്ഥാനത്തായി. അത് കഴിഞ്ഞ് 15 സീറ്റുകളിൽ ഞങ്ങൾ 35,000-ൻ്റെ മുകളിൽ വോട്ട് നേടി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ ഞാൻ പറഞ്ഞ ഒരു പൊയ് വാക്കായിരുന്നില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ തോൽപ്പിക്കാൻ പരസ്പരം വൈരം മറന്ന് ഇവരെല്ലാ സ്ഥലത്തും ഒന്നിക്കുന്നത്. മഞ്ചേശ്വരത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് 35ഓളം സീറ്റുകൾ, അതായത് നേരത്തെ കാസർഗോഡ് മത്സരിക്കാനെത്തിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റോളം വിജയപ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ചിറയൻകീഴ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള എതിർപ്പുകൾ അവസാനിച്ചെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും രമ്യ പറയുന്നു. ചിറയൻകീഴ് വലിയ സ്വീകരണമാണ് രമ്യയ്ക്ക് പ്രവർത്തകർ നൽകിയത്.
ചിറയൻകീഴിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് വലിയ സ്വീകരണമാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ലഭിക്കുന്നത്. അവർ മണ്ഡലത്തിലേക്ക് ആദ്യമായി എത്തുകയാണ്. വലിയ സ്വീകരണം. നൂറുകണക്കിന് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ തിങ്ങിക്കൂടി രമ്യ ഹരിദാസിന് ചിറയൻകീഴിലേക്ക് സ്വാഗതം പകരുകയാണ്. UDFന്റെ ശക്തമായ ഒരു മത്സരം ഉണ്ടാകുന്ന സൂചന നൽകി ഏറ്റവും ശക്തമായ ഒരു ഇടത് കോട്ടയിലേക്കാണ് UDFന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് എത്തുന്നത്. വലിയ ആവേശത്തിൽ കൂടി പ്രവർത്തകർ രമ്യയെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചിറയൻകീഴിന്റെ സ്നേഹമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ഒരു 6 വർഷക്കാലം ആലത്തൂരിൽ എന്നെ സ്നേഹിച്ച കുടുംബാംഗങ്ങളെ പോലെ തന്നെ ചിറയൻകീഴിലെ മുന്നണി പോരാളികളാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ചിറയൻകീഴിൽ ഇത്തവണ ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ആ മാറ്റൊലി ഈ ചിറയൻകീഴിന്റെ റെയിൽവേ പരിസരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുക. നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, ഈ കാണുന്ന UDFന്റെ മുന്നണി പോരാളികളുടെ മുഖത്ത് നിന്നും അവരുടെ ആവേശത്തോട് കൂടിയിട്ടുള്ള ആ സ്വീകരണത്തിൽ നിന്നും ബോധ്യപ്പെടുന്നത് ചിറയൻകീഴിൽ ഒരു മാറ്റത്തിനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനൊരു നിമിത്തം മാത്രമാണ്. കോട്ട പൊളിയുമെന്നാണ്, ഇടത് കോട്ട തകരുമെന്നാണ്. ഉറപ്പായിട്ടും ഇത്തവണ ചിറയൻകീഴ് UDFനൊപ്പം തന്നെ. ചെറിയ പ്രതിഷേധം കൊണ്ട് രമ്യ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ മാറിയെന്നാണ് തോന്നുന്നല്ലേ? എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയോട് കൂടിയാണ് ചിറയൻകീഴിൽ രമ്യ ഹരിദാസിന്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള റോഡ് ഷോ നടക്കുന്നത്. വലിയ ആവേശത്തോടെ പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിന് കൂടിയാണ് രമ്യ ഹരിദാസ് ഇവിടെ ചിറയൻകീഴിൽ എത്തിയിരിക്കുന്നത്. അരുൺ എമ്മിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പാലായിൽ മത്സരം UDFും NDAയും തമ്മിലെന്ന് സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. ജോസ് കെ മാണി മൂന്നാമത് പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. വികസനം തടഞ്ഞെങ്കിൽ കാപ്പൻ ജോസ് കെ മാണിയുടെ വീട്ടിൽ പോയി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു വേണ്ടത്. രാഷ്ട്രീയ അടിമത്തമില്ലാത്ത നിയോജക മണ്ഡലമാണ് പാല എന്നതാണ് ജയിക്കുമെന്ന തന്റെ ആത്മവിശ്വാസത്തിന് പിന്നിലെന്നും ഷോൺ ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ ഒരുപക്ഷെ ഏറ്റവും തീപാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലം പാല ആണെന്ന് തന്നെ പറയാം. അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം ഷോണിൻ്റെതാണ്. അങ്ങനെയാണ് അതൊരു ത്രികോണ മത്സരമായി മാറുന്നത്. ഷോൺ എന്നോടൊപ്പം ചേർന്നുണ്ട്. ഷോൺ ജോർജ്, എങ്ങനെയുണ്ട്? പ്രചരണം തുടങ്ങി, വളരെ മറ്റ് 2 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ വന്നു. നന്നായി പോകുന്നു. ജനങ്ങളെ കാണാൻ നമുക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാം കൂടി 20 ദിവസം കഷ്ടിയുള്ളൂ. പ്രചരണത്തിന് 20 ദിവസമുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണുന്നത് എൻ്റെ ഒരു പ്രവർത്തന ശൈലി എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് പരമാവധി ആളുകളെ നേരിട്ട് കാണണമെന്നാണ്. ഈ വണ്ടിയിൽ കൈപൊക്കി കാണിച്ചു പോകുന്നത് സ്വാഭാവികമാണ്, അങ്ങനെ നടത്തിയേ പറ്റുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ട് കാണാൻ കഴിയുമോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എൻ്റെ ശ്രദ്ധ എവിടെയാണ്. ഈ എങ്ങനെയാണ് മത്സരം ചിത്രം വന്നു, എങ്ങനെയാണ് ഒരു ഫൈറ്റ് വരുന്നത്? ത്രികോണ മത്സരമാണോ, എങ്ങനെയാണ്? 3 പേരുള്ളപ്പോൾ ത്രികോണം എന്ന് പറയാമല്ലോ. അത് സ്വാഭാവികമായിട്ട് ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പ് വല്ലാണ്ട് ഇല്ലാതായി പോയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല. എല്ലാവരെയും ഒരേപോലെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് തന്നെ BJP മുമ്പോട്ട് പോകും. പക്ഷേ അവിടെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ത്രികോണ മത്സരത്തിന് അന്തരീക്ഷമായിരിക്കില്ല. ഫൈറ്റ് നമ്മളും BJPയും UDFും തമ്മിലാണ്. മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ് പാല. അവരുടെ ഹൃദയം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ശക്തി കേന്ദ്രത്തിൽ ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് തോക്കുന്നത്? മാണി സാർ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഉണ്ടായിരുന്ന മാണി ഗ്രൂപ്പിൻ്റെ 80% നേതാക്കന്മാർ ഇന്ന് മാണി ഗ്രൂപ്പിലില്ല. ഞാൻ പേര് വേണേൽ എടുത്ത് പറയാം. ജോയി ഇബ്രാഹിം എവിടെ? EJ അഗസ്ത്യ എവിടെ? കുര്യാക്കോസ് പടവൻ എവിടെ? സിബി പുത്തേട്ട് എവിടെ? അങ്ങനെ ഒരു 100 പേരെ പാല ആയിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു 100 പേരെ കാണിച്ചു തരാം. ഇന്ന് ആ പാർട്ടിയിലില്ല. ഇവിടെ ഒരു മുന്നണിയുടെ ഭാഗമായ ആ മുന്നണി അധികാരത്തിരിക്കുന്നതുകൊണ്ട് മാത്രം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാതെ കേരള കോൺഗ്രസിൻ്റെ ജീവാത്മാവും പരമാത്മാവും ആയിരുന്ന ഒത്തിരി ആളുകൾ ഇന്ന് അവിടെ ഇല്ല. മാത്രമല്ല പാർട്ടി എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. ഞങ്ങളൊക്കെ ആ പാർട്ടിയെ സ്നേഹിച്ചവരല്ലേ, ഞങ്ങളൊക്കെ ആ പാർട്ടിക്ക് വേണ്ടി എന്തേരം നിലകൊണ്ടവരാണ്. അങ്ങനെ 100 കണക്കിന് ആളുകൾ പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയപ്പോൾ 90% കുറേ ആളുകൾ
പാർട്ടി മാറി വേറെ പാർട്ടികളിലേക്ക് പോയി. വികസിത കേരളം എന്നാണ് BJP മുന്നോട്ട് വെക്കും. അതൊക്കെയാണോ പാലങ്ങൾ? എന്താണ് അത് കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞത്? വികസിത കേരളം എന്ന് പറയുന്ന റോഡും പാലം മാത്രമല്ല, പാർട്ട് ഓഫ് അത് ഇൻഫ്രാസ്ട്രക്ചറിന് ഇടയിൽ എന്ന സെക്ഷനിൽ വരുന്നതാണ്. വികസിത കേരളം എന്ന് പറയുന്ന കാര്യത്തിൽ വികസിത പാല വരുമ്പോൾ അതിനകത്ത് കൃഷി വരും, ടൂറിസം വരും, IT വരും. പാലായുടെ ഒരു സമഗ്ര വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിതാവിനെ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ പറഞ്ഞത്, ഞാനൊരു ഔട്ട്സ്പോക്കൺ ആണ്, എന്തും തുറന്നു പറയും, പക്ഷെ എൻ്റെ മകൻ നല്ല പുകഴ്ത്തി പറയല്ലോ, ഭയങ്കര പക്വതയുള്ള ആളാണ്. അല്ല, ഞാനതിനൊരു ഒറ്റ മറുപടി പറയുള്ളൂ. ഞാൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയത്, ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനായതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും രാഷ്ട്രീയം മാത്രം കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷെ പപ്പ അങ്ങനെയല്ല. പപ്പ തനി കർഷകനായ പ്ലാത്തോടത്തെ ചാക്കോച്ചൻ്റെ മകനാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷെ ഞാൻ പപ്പ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയുന്നില്ലേ. പക്ഷെ അതിൻ്റെ ഭാഷയും ശൈലിയും എല്ലാവർക്കും ഓരോരോ ശൈലിയില്ലേ. അപ്പോൾ എൻ്റെ ശൈലി മറ്റൊന്നാണ്. പപ്പ പറയുന്ന പപ്പ പറയുന്ന ഏത് കാര്യങ്ങളും ഞാൻ കൃത്യമായി അവതരിപ്പിക്കാറുണ്ടല്ലോ. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിൽ ഞാൻ കേരള സമൂഹത്തിനിടയിൽ അവതരിപ്പിച്ച 7 വിഷയങ്ങൾക്കാണ് ഗൗരവമില്ലാത്തത്. അപ്പം അത് രണ്ടുപേരും പറഞ്ഞ് ജനങ്ങളോട് പറയുന്ന ഒരു ശൈലിയുടെ വ്യത്യാസം. എൻ്റെ ശൈലി ഇതാണ്. പാലയിൽ ഒരു എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? 20-ൽ കുറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും കോൺഫിഡൻസ് ആണ്? ഞാൻ പാലായിക്ക് മത്സരിക്കാൻ പോകും. ഞാൻ അവിടെ ഇതുപോലെ മെനക്കെടുവും, അതുപോലെ പണിയെടുക്കും. എനിക്ക് നല്ല വിശ്വാസമാണ്. മാത്രമല്ല, ഇതെൻ്റെ പാർട്ടിയോടുള്ള എൻ്റെ കടമയാണ്. പാല നിഷ്പക്ഷമാണ്. എപ്പോഴും ഒരു 10% ആളുകൾക്ക് രാഷ്ട്രീയമുള്ളൂ. ബാക്കി എല്ലാവരും നിഷ്പക്ഷമായി ചിന്തിച്ച് കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യുന്നവരാണ്. അതാണ് രാഷ്ട്രീയ അടിമത്തമില്ലാത്തൊരു നിയോജകമുള്ള പാല. അതാണ് പാലയെ സംബന്ധിച്ചാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിശ്വാസം. അല്ല, ഏത് കണക്ക് പ്രകാരമാണ് ഞാൻ ജയിക്കുമെന്ന് പറയുന്നത്? BJP വോട്ട് ചെയ്യാനും മടിയില്ലാത്തവരാണ്. BJPക്ക് തന്നെ വോട്ട് ചെയ്ത് തന്നെ. BJPക്ക് ഇന്ത്യ മുഴുവൻ വോട്ട് ചെയ്തിട്ട് ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമല്ല BJP. പിന്നെ പാലായിൽ എന്താ ആളുകൾക്ക് വോട്ട് ചെയ്താൽ? പാലയിൽ വോട്ട് ചെയ്യും. അതിനുള്ള നല്ല ബോധം ഇവരൊക്കെ ഉള്ള ആളുകളാണ് പാലക്കാർ. എന്തായാലും ഷോണിൻ്റെ ഒരു ആത്മവിശ്വാസം ഇത് തന്നെയാണ്. ആത്മവിശ്വാസം ഷോണിനെ രക്ഷിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 8. ഇടതുകോട്ടയായ വൈക്കം തിരിച്ചുപിടിക്കാനുള്ള നിയോഗമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിനിമോൻ ഏറ്റെടുത്തത്. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ CPI നേതാവും വൈക്കം MLAയുമായിരുന്ന K. അജിത് CPI വോട്ട് ചോർത്തുമെന്നതാണ് ബിനിമോന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. കോൺഗ്രസ് സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന സണ്ണി M. കബിക്കാടിന്റെ ആരോപണം തെറ്റാണെന്നും ബിനിമോൻ News 18നോട് പറഞ്ഞു. ഇടതുകോട്ടയാണ് വൈക്കം. ആ വൈക്കം തിരിച്ചു പിടിക്കണം എന്നുള്ളത് UDFന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. അവിടെയാണ് പ്രാദേശികമായി ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു കോൺഗ്രസ് നേതാവായ ബിനിമോനെ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം? ഒരിക്കലുമില്ല. അത് വൈക്കത്തെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതായത് PD ഉണ്ണി വൈക്കം ബ്ലോക്ക് പ്രസിഡന്റാണ്, MK ഷിബു തലോൽമ ബ്ലോക്ക് പ്രസിഡന്റാണ്. അതുപോലെ നമ്മുടെയൊക്കെ ഏറ്റവും ബഹുമാന്യനായ നേതാവ് മോഹൻ D. ബാബു അടക്കം വൈക്കത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം ഈ പ്രിയപ്പെട്ട സീതു യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരടക്കം എനിക്കായി, അതായത് വൈക്കത്തിനായി സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു അവസരം കിട്ടിയത്. ഞാൻ ഏറ്റവും ഒരു സാധാരണക്കാരനാണ്. അവിടെ നിന്നും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ UDF നേതൃത്വം, UDF ടീം, UDF അംഗീകരിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനകീയനായ ഒരു നേതാവിൻ്റെ വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായും വൈക്കത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് CPI കോട്ടകൾ പല സ്ഥലത്തും വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തീർച്ചയായും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ജനപ്രതിനിധിയായി ഇരുന്ന സമയം മുതൽ ഇന്ന് വരെ സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയും UDFും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ കർത്തവ്യം തീർച്ചയായും ഏതറ്റം വരെയുള്ള പ്രവർത്തനത്തിലൂടെയും ഞാൻ നേടിയെടുക്കും. അതിനുള്ള CPIയുടെ കോട്ട തകർക്കാൻ കഴിയും. തീർച്ചയായിട്ടും CPIയുടെ കോട്ടയൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. തീർച്ചയായും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വവും കോൺഗ്രസ് പാർട്ടിക്കാരും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ ആ CPIയുടെ കോട്ടയൊന്നുമല്ല. തീർച്ചയായും ഇത്തവണ നമ്മൾ UDF അത് നേടിയെടുക്കും. K. അജിത്ത് കൂടി അവിടെ വരുന്നുണ്ട്, BJPക്കാരനായിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ്? CPIയുടെ രണ്ട് ടേം MLA ആയിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം പോലും CPI വിട്ട് ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയിരിക്കുമ്പോൾ തീർച്ചയായും ആ CPIയിലുള്ള അധപതനം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാവും. CPIയുടെ വോട്ട് കുറയ്ക്കാൻ അജിത്തിന്റെ സ്ഥാനാർത്ഥിത്വം കാരണമാകും. തീർച്ചയായും
അവിടുത്തെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വലയമുണ്ട്. ആ വലയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട CPI വോട്ടുകൾ വരെ ഇന്ത്യയിലേക്ക് പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. സംഘപരിവാർ നിങ്ങൾ കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം നടത്തുന്ന പ്രതികരണം. അതൊന്നും ഒരിക്കലും ശരിയല്ല. അതൊക്കെ വളരെ ഉചിതമായ രീതിയിൽ ഒക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുള്ളത്. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ചിന്തയിൽ എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച UDF-നൊപ്പമാണ്. തീർച്ചയായും എൻ്റെ നേതാക്കന്മാർ, എൻ്റെ സീനിയറായിട്ടുള്ള ഹൈക്കമാൻഡ് അടക്കം എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായും ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് അത് നിറവേറ്റി കൊടുക്കും എന്നുള്ള കഠിന ദൃഢനിശ്ചയത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അതായത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥിയായി അജിത്ത് കൂടി വന്നത് CPIയെ ക്ഷീണിപ്പിക്കും എന്നതുകൂടി ബിനിമോന്റെ ഒരു പ്രധാനപ്പെട്ട കണക്കുകൂട്ടലാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. പരമ്പരാഗത ശക്തി കേന്ദ്രമായ ചങ്ങനാശ്ശേരി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി വിനു ജോബ്. CF തോമസിന് വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് വിനു ജോബിന്റെ പ്രഖ്യാപനം. സിറ്റിംഗ് MLAയെ തോൽപ്പിക്കുക എന്നത് ദുഷ്കരമായ കാര്യമല്ല. ഇടത് ശക്തി കേന്ദ്രമായ തൃക്കൊടിത്താനം ജില്ലാ ഡിവിഷൻ തിരിച്ചുപിടിച്ചതാണ് ആത്മവിശ്വാസമെന്നും വിനു ജോബ് News 18നോട് പറഞ്ഞു. UDF-ന്റെ പരമ്പരാഗത മണ്ഡലമായ ചങ്ങനാശ്ശേരി കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോബ് മൈക്കിളിലൂടെ നഷ്ടമായി. ചങ്ങനാശ്ശേരി നഷ്ടമായി. എന്തായാലും ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ വിനു ജോബാണ് എത്തുന്നത്. തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യമൊന്നുമല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി ഒരു ജനാധിപത്യ വിശ്വാസികളുടെ ഒരു മണ്ഡലമാണ്. 40 വർഷമായി CF തോമസ് സാറായിരുന്നു അവിടുത്തെ MLA. സാറിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു MLA ആയിരുന്നു. അദ്ദേഹം മന്ത്രിയുമായിരുന്നു. ആ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ആ സീറ്റ് തിരിച്ചു പിടിച്ച് CF തോമസ് സാറിൻ്റെ പേരിലുണ്ടായിരുന്ന ആ സീറ്റ് തീർച്ചയായിട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സീറ്റ് പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്. 100% ഇത്തവണ സിറ്റിംഗ് MLA ആണല്ലോ മത്സരിക്കുന്നത്. അതൊരു വെല്ലുവിളി ഉണ്ടോ? എങ്ങനെയാണ് അത്? സിറ്റിംഗ് MLA 140 സ്ഥലങ്ങളും ഉണ്ടല്ലോ എല്ലായിടത്തും. പക്ഷേ ഏതായിട്ട് മത്സരിക്കുകയും ചെയ്യുള്ളൂ. അത് സാരമില്ല. സിറ്റിംഗ് MLA തോൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ദുഷ്കരമായ കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കുറിച്ച് മോശം പറയുന്നില്ല. ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒറ്റക്കെട്ടാണ്. എനിക്ക് ചങ്ങനാശ്ശേരിയെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ തൃക്കൊടിത്താനത്തെ ഒരു വിജയമാണോ ഒരു പ്രധാന കോൺഫിഡൻസ് ആയിട്ട് വരുന്നത്? തൃക്കൊടിത്താനത്തെ വിജയം എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി തീർച്ചയായിട്ടും. കാരണം അത് പറയാൻ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. തൃക്കൊടിത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് 25 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. അവിടെ 8000 വോട്ടിന് പിന്നിൽ നിന്ന UDF പിന്നിൽ നിന്ന അവിടെയാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. അതിനൊരു അഹങ്കാരമായിട്ടൊന്നും പറയുകയില്ല. ഈ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അത് വിജയിച്ചത്. ഒപ്പം തന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. CPM-ഉം CPI-യും BJP-യും വരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു പല രാഷ്ട്രീയ കക്ഷികളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വിനു ജോബിന് അങ്ങനെ വോട്ട് ചെയ്യാൻ എല്ലാവരും ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഇടപെടൽ അങ്ങനെ തന്നെയാണ്. ഒരു ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്. ആർക്കു വേണ്ടിയും എല്ലാവർക്കും ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. എന്തുകൊണ്ട് ജോബ് മൈക്കിളിന് ആളുകൾ വോട്ട് ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ സാധ്യത എന്താ? വികസനമാണോ? എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്താണ്? പൊളിറ്റിക്കലാണോ? എന്താണ് ജോബ് മൈക്കിളിൻ്റെ വോട്ട്? എന്തുകൊണ്ട് ആളുകൾ ഇപ്പം ജോബ് മൈക്കിൾ സ്വാഭാവികമായിട്ട് വോട്ട് തേടുന്നു, എന്തുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് അതായത് താങ്കൾക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേരിട്ടുള്ള ചോദ്യം. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണോ അല്ല അത് ചെയ്തില്ല എന്നുള്ളതാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ല, ജോബ് മൈക്കിൾ തീർച്ചയായിട്ടും ഒരു MLA നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിലെ ഉത്തരവാദിത്തങ്ങൾ പലതുമുണ്ട്. അതിനെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കേണ്ടത്, ആവശ്യമുള്ള കാര്യം. പരാജയമാണ് അദ്ദേഹം. ഞാൻ ഒരിക്കലും ഒരു MLA പരാജയമെന്ന് പറയില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാനിപ്പോൾ എന്നെപ്പറ്റി ഞാൻ പറയുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ചങ്ങനാശ്ശേരിയെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. നല്ലൊരു മാസ്റ്റർ പ്ലാൻ ചങ്ങനാശ്ശേരിയെ പറ്റി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്തായാലും വിനു ജോബ് ജയിച്ചാൽ അതൊരു പുതിയ ചരിത്രമാകും. കാരണം ചങ്ങനാശ്ശേരി പതിറ്റാണ്ടുകൾ കൈവെള്ളയിലിരുന്ന സ്ഥലമാണ് UDF-നെ സംബന്ധിച്ച്. അത് പക്ഷേ ജോബ് മൈക്കിളിലൂടെ നഷ്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ തിരിച്ചു പിടിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മറ്റൊരു മണ്ഡലത്തിൽ ഒരു ബലപരീക്ഷണം കൂടിയായി ചങ്ങനാശ്ശേരി മാറും. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കഴക്കൂട്ടത്ത് ഇത്തവണ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. കോൺഗ്രസിലെ T. ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടത്ത് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കഴക്കൂട്ടത്ത് വലിയൊരു പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പാർട്ടി അവസരം തരാൻ പോകുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴക്കൂട്ടത്തെ പോരാട്ടം ഞാൻ പണ്ട് യുവജന വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ
ആദ്യം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥലം കഴക്കൂട്ടമാണ്. കാര്യം എൻ്റെ അമ്മയുടെ കുടുംബം, എൻ്റെ സൗഹൃദങ്ങൾ, ഞാൻ പഠിച്ച കോളേജ്, എൻ്റെ ജീവിതം, ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നത് ചെമ്പഴന്തി എസ് എൻ കോളേജിൽ നിന്നാണ്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവിടെ ആദ്യമേ മത്സരിച്ച് ജയിച്ചു വന്ന് യൂണിവേഴ്സിറ്റി ചെയർമാനായി. പഴയ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിഭക്ത യൂണിയൻ. എൻ്റെ രാഷ്ട്രീയം അവിടെ നിന്നാണ് ആരംഭിച്ചത്. പക്ഷെ ഞാൻ തിരുവനന്തപുരത്തും, ഞാൻ എൻ്റെ താമസ സ്ഥലവും എൻ്റെ ജന്മസ്ഥലവും അവിടെ ആഗ്രഹിച്ച ശരിയാണ്. പക്ഷെ പാർട്ടി എന്നോട് നിർബന്ധിച്ചത് കഴക്കൂട്ടത്ത് മത്സരിക്കണം. വളരെ പ്രാധാന്യമുള്ളൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സ്ഥലമാണ്. നമ്മൾ ഗൗരവമായി എടുക്കുന്നില്ല ഒരു ചിന്ത അവിടുത്തെ വോട്ടർമാർക്കുള്ളത് കൊണ്ട് ഇത്തവണ BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും ഉറച്ച സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ തന്നെ നിൽക്കണം. കാരണം മൂന്നാം പിണറായി ഗവൺമെന്റ് വരാൻ പാടില്ല. അപ്പോൾ നമ്മളെല്ലാം പോരാട്ടത്തിനാണ്. അപ്പോൾ ഞാൻ ഓർത്തത് 91 ആനത്തലവട്ട മാനത്തിനെതിരെ ഞാൻ ആറ്റിങ്ങലിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റോടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്റെ പേര് ഔദ്യോഗികമായി ആദ്യമേ തന്നെ പറയാതെ വാർത്ത വന്നപ്പോൾ തന്നെ മണ്ഡലത്തിനകത്തുണ്ടായ ഒരു അനുകൂലാവസ്ഥയുണ്ട്. എന്നെ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ, കോൺഗ്രസിന്റെ പോരാട്ടം നന്നായിരുന്നില്ല എന്ന് പരിഭവമുള്ള ആളുകൾ, അവരൊക്കെ എന്നെ വിളിച്ചു. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ഉണർവായത്. ഓക്കെ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP A ക്ലാസ് മണ്ഡലമായി കരുതുന്ന, അവർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലം, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയൊരു പുകമറ രാഷ്ട്രീയമായൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ ഏത് ഗുണം ചെയ്യും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? ഞങ്ങളുടെ പോരാട്ടം BJPക്കും CPMനും എതിരെയാണ്. അപ്പോൾ കേരളത്തിലെ UDFും കോൺഗ്രസുമാണ് ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാടുകളെടുത്ത് സമരം ചെയ്ത്. BJP ആ സമയത്ത് ഇവർ നമ്മളുടെ അന്തർധാരയുടെ പേരിൽ ഒന്നും വിടാതെ, അവർക്ക് വേണമെങ്കിൽ ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് വരെ ഈ കാര്യത്തിൽ ഇടപെടാൻ സൗകര്യമുണ്ട്. പക്ഷെ അവരൊന്നും ചെയ്തില്ലല്ലോ. പലപ്പോഴും ഈ BJPയിലെ ആളുകൾ പലപ്പോഴും നിശബ്ദരായിരുന്നു. നമ്മുടെ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, BJP എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു. അപ്പം നമ്മൾ ശക്തമായ സമരരംഗത്ത്, പിന്നെ ആരോപണം വന്നപ്പോൾ പേരിന് വേണ്ടി 2 സത്യാഗ്രഹവും ബഹളമൊക്കെ കാണിച്ചതല്ലാതെ ഞങ്ങൾ മണ്ഡലം തലത്തിൽ വരെ സത്യാഗ്രഹം നടത്തിയ പാർട്ടിയാണ്. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കുകയാണ്. ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് മീൻസ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാകുന്ന ഒരു മൈനസ്. ഈ വിഷയം ഉയർത്തിപ്പിടിച്ച യുവതീ പ്രവേശന വിഷയം വന്നപ്പോഴടക്കം കോൺഗ്രസ് ആണ് മുമ്പിൽ നിന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലും അതിന്റെ പ്ലസ് UDFിനുണ്ട്. ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ UDF സ്ഥാനാർത്ഥിയെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എല്ലാ ആശംസകളും. കോൺഗ്രസ് തനിക്ക് തന്നിരിക്കുന്നത് സുവർണ അവസരമെന്ന് നെടുമങ്ങാട് UDF സ്ഥാനാർത്ഥി മീനാങ്കൽ കുമാർ. CPIയിലെ അഴിമതിക്കും ഏകാധിപത്യ ശൈലിക്കുമെതിരെ പോരാടി പുറത്തുവന്ന തനിക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. നെടുമങ്ങാട് UDFന്റെ സ്ഥാനാർത്ഥിയാകുന്ന മീനാങ്കൽ കുമാർ എന്നോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് ക്യാമ്പ് വലിയ ആകാംക്ഷയോടെ നോക്കിക്കണ്ടതാണ് ആരാകും നെടുമങ്ങാട് സ്ഥാനാർത്ഥിയെന്ന്. കോൺഗ്രസിന്റെ യുവമുഖങ്ങളടക്കം പല പേരുകൾ പരിഗണിക്കപ്പെട്ടു. ഒടുവിൽ താങ്കൾക്ക് നറുക്ക് വീഴുകയായിരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തെ? കോൺഗ്രസ് പാർട്ടി വലിയ പരിഗണനയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നൽകിയിരിക്കുന്നത്. CPIയിൽ ശ്വാസം മുട്ടി കൊന്ന വലിയൊരു വിഭാഗം ജനത്തിൻ്റെ ശബ്ദമായി അവർക്കൊരു വേദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുകയാണ്. CPIയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരായും അതുപോലെ തന്നെ അഴിമതിക്കെതിരായും അധികാര മതത്തിനെതിരായും നടത്തിയ ആ പോരാട്ടത്തിലൂടെയാണ് എനിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. അതുകൊണ്ട് തീർച്ചയായും നെടുമങ്ങാടിൻ്റെ ജനങ്ങളുമായി എനിക്ക് ദീർഘകാലത്തെ ബന്ധമാണുള്ളത്. നീണ്ട 25 വർഷക്കാലത്തെ യുവജന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആരംഭിച്ച 1.5 പതിറ്റാണ്ട് കാലത്തെ തൊഴിലാളി പ്രവർത്തനങ്ങളും അതുപോലെ ജനകീയ വിഷയങ്ങളിലുള്ള കഴിഞ്ഞ കാലത്തെ ഇടപെടലുകളും തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ എനിക്ക് നെടുമങ്ങാടിന്റെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ്. വർഷങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന മന്ത്രി കൂടിയായ GR അനിലാണ് മത്സരിക്കാനായി എതിർസ്ഥാനത്തുള്ളത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ മത്സരം തീർച്ചയായും ഉൾപാർട്ടി ജനാധിപത്യത്തിനും വേണ്ടി വാദിച്ച എന്നെ സംബന്ധിച്ച്
അതിൻ്റെ ഒരു പിന്തുണയായിരിക്കും എനിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒരു പിന്തുണയായിരിക്കും എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ ഏകപക്ഷീയ നിലപാടുകൾക്കും അടിത്തട്ടിൽ ഉള്ള ജനങ്ങളെ അവഗണിക്കുന്നതിന് എതിരായിട്ടുള്ള എൻ്റെ നിലപാടുകൾക്കുള്ള ഉറച്ച പിന്തുണയായി നെടുമങ്ങാടിൻ്റെ ജനത ഈ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം നിൽക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ പ്രാദേശികമായി ഈ സ്ഥാനാർത്ഥിത്വം കാംക്ഷിച്ചിരുന്ന പല കോൺഗ്രസ് നേതാക്കളും അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര വരെ കഴിഞ്ഞിട്ടുണ്ട്? തീർച്ചയായും എല്ലാവരുമായി സംസാരിക്കുകയാണ്. അവരെല്ലാം നല്ല പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ പോരാട്ടത്തിൽ, ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. എല്ലാ ആശംസകളും. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.